AKGSMA ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൾ നാസർ നമുക്കൊപ്പം ടെലിഫോണിൽ ചെയ്യുന്നുണ്ട്. ശ്രീ അബ്ദുൾ നാസർ, പവൻ 80,000 വരെ പോയേക്കും എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞത് തന്നെയാണ് പ്രധാന കാരണം. RBIന്റെ ഒക്കെ ഇടപെടൽ വേണ്ടി വരുമോ? ഇടപെടൽ എന്ന് പറയാനൊക്കുന്നില്ല. കാരണം അന്താരാഷ്ട്ര തലത്തിലുള്ള വില വ്യതിയാനങ്ങളാണ് നമ്മുടെ രാജ്യത്തെയും വില നിശ്ചയിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ വില വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. ഇന്ന് $3,448 രൂപയുടെ വിനിമയ നിരക്ക് ഇന്ത്യൻ രൂപ കൂടുതൽ ദുർബലമായി ഒരവസ്ഥയാണ്. 88 രൂപ 18 പൈസയിലേക്ക് $1 വേണ്ടി നമ്മൾ ചെലവാക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും. ഇത് വലിയ തോതിൽ ആഭ്യന്തര വില ഉയരാനുള്ള കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ സ്വർണ്ണവില കൂടുകയാണ്. ഇത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇത് കുതിച്ചു മുന്നേറുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. നേരത്തെ $3,500 സ്വർണ്ണവില എത്തിയിരുന്നു. അത് കുറഞ്ഞാണ് താഴേക്ക് $3,300 വന്നതിന് ശേഷം വീണ്ടും ഉയർന്നാണ് $3,448 എത്തിയിട്ടുള്ളത്. ഇത് $3,500 എത്തുമെന്നും അത് കടന്നും മുന്നോട്ട് നീങ്ങുമെന്നും ഒക്കെയുള്ള സൂചനകളാണ് വരുന്നത്. സ്വാഭാവികമായി ഓണക്കാലമായതുകൊണ്ട് വ്യാപാരങ്ങൾ നല്ല രീതിയിൽ നടക്കുന്ന ഒരു സമയത്താണ് ഈ വിലക്കുതിപ്പ് ഉണ്ടാകുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് ഉപഭോക്താക്കളുടെ ഇടയിൽ ചെറിയൊരു അമ്പരപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട്. സ്വർണ്ണവില ക്രമാതീതമായൊരു വർധനവാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇത് ഇനിയും കൂടുമെന്നുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത്. ദീപാവലിയും വരാൻ പോകുന്നു. ഓണക്കാലത്ത് ഏറ്റവും വലിയ റെക്കോർഡിലാണ് സ്വർണ്ണവില. ദീപാവലി വരുമ്പോൾ ഏറ്റവും വലിയ വിലയിലേക്ക് സ്വർണം എത്തുമെന്നുള്ള ഒരു സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ അബ്ദുൾ നാസർ സംസാരിച്ചതിന്.